ഹായ് ഓൾ, വെൽക്കം ടു സൈലം. ഇന്ന് നമുക്ക് ഒറ്റയടിക്ക് ക്ലോക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്താലോ? റൈറ്റ്. SSC എക്സാംസ് എടുത്താലും റെയിൽവേ എക്സാംസ് എടുത്താലും ഈവൻ സ്റ്റേറ്റ് എക്സാംസ് എടുത്താലും നമ്മൾ കാണാറുണ്ട് ക്ലോക്കിൽ നിന്ന് ഒരു സമയം തന്നിട്ട്, ദേ ഈ കാണുന്ന പോലെ ഒരു സമയം തന്നിട്ട് ഈ സമയത്തിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറയാറുണ്ട് അല്ലേ? അപ്പം നമ്മളിവിടെ കാണുമ്പോൾ നോക്കുക, ഒന്നുമില്ല ഈ ആംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ആംഗിൾ ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റേത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 360 നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് കണ്ടുപിടിക്കാമെന്ന് നോക്കിയാലോ? റൈറ്റ്. അപ്പം നമുക്ക് ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയൊക്കെ ഓട്ടമാണല്ലോ പരിപാടി അല്ലേ? അപ്പം നമ്മൾ അറിയണം മണിക്കൂർ സൂചി എത്ര വേഗത്തിലാണ് ഓടുന്നത്. അപ്പോൾ മണിക്കൂർ സൂചി ഇപ്പോൾ 12 അല്ലേ? 12 നിന്ന് 1 എത്തുമ്പോൾ 1 മണിക്കൂറാണ് ട്രാവൽ ചെയ്യുക. 2 എത്തുമ്പോൾ 2 മണിക്കൂറാണ്. അപ്പോൾ ആശാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കറങ്ങി 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 ഇതാ ഈ രീതിയിൽ കറങ്ങി കറങ്ങി വീണ്ടും 12 എത്തുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 12 മണിക്കൂറായി അല്ലേ? 12 മണിക്കൂറായി. അതായത് 12 മണിക്കൂർ കറങ്ങുമ്പോൾ എത്ര ആംഗിൾ ആണ് അവിടെ ഉണ്ടാവുക? നമുക്കറിയാം ഇത് മൊത്തം 360 ഡിഗ്രിയാണ് അല്ലേ? ഒരു പോയിന്റിൽ നിന്ന് തിരിച്ച് അതേ പോയിന്റിലോട്ട് തിരിച്ചെത്തുക എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി കറങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 12 മണിക്കൂറിന് 360 ഡിഗ്രി ആയി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എടുക്കുമ്പോൾ എത്ര ആംഗിൾ കറങ്ങും? 1 മണിക്കൂർ എടുക്കുമ്പോൾ 360/12 നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ എന്താണ് എപ്പോഴും സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ട്രാവൽ ചെയ്തു. അപ്പോൾ 1 മണിക്കൂറിൽ 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീഡ് എന്ത് പറയാം? 30 ഡിഗ്രി പെർ അവർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ മണിക്കൂർ സൂചിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? 1 മണിക്കൂറിൽ ആശാൻ 30 ഡിഗ്രി കറങ്ങുന്നതാണ്. ഇനി നമുക്ക് 1 മണിക്കൂറിൽ 30 ഡിഗ്രി കറങ്ങുകയാണെങ്കിൽ 1 മിനിറ്റിൽ എത്രയാണെന്ന് നോക്കിയാലോ? റൈറ്റ്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എന്താ? 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്താ? 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായി? 30 ഡിഗ്രി ആയി. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എത്ര ആംഗിൾ ആവും? 30/60 1/2, അതായത് ഹാഫ് ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ത് പറയാം? ഹാഫ് ഡിഗ്രി പെർ മിനിറ്റും എന്ന് പറയാൻ സാധിക്കും അല്ലേ? റൈറ്റ്. അപ്പോൾ ഞാൻ കാണുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രി പെർ അവറും അതുപോലെ ഹാഫ് ഡിഗ്രി പെർ മിനിറ്റുമാണ് അല്ലേ? ഹാഫ് ഡിഗ്രി പെർ മിനിറ്റുമാണ്. റൈറ്റ് അല്ലേ? ഞാൻ ഈ സൈഡിലോട്ട് എഴുതാം, ഹാഫ് ഡിഗ്രി പെർ മിനിറ്റ്. ഓക്കെ അല്ലേ? യെസ്, ഓസം. അപ്പോൾ ഇത് 2 വാല്യൂസും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒന്നാണ്. മണിക്കൂറിൽ 30 ഡിഗ്രിയും മിനിറ്റിൽ ഹാഫ് ഡിഗ്രിയും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്താണ്? മിനിറ്റും ഇതുപോലെ ഇങ്ങനെ കറങ്ങുകയാണല്ലേ? ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് വീണ്ടും 12 തന്നെ എത്തുമ്പോൾ ഒരു റൗണ്ട് എടുക്കുമ്പോൾ മൊത്തം എത്ര മിനിറ്റാണ് ആവുക? ഓരോന്നും 5 മിനിറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് എടുക്കുമ്പോൾ 60 മിനിറ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 60 മിനിറ്റിന് എത്ര ഡിഗ്രി ആയി നോക്കുക? മൊത്തം കറങ്ങി ഇവിടെ എത്തുമ്പോൾ 360 ഡിഗ്രിയാണ് വീണ്ടും നമ്മൾ കാണുക. എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് 360 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റ് എന്താവും? 360/60 നമുക്ക് എന്ത് കിട്ടി? 6 ഡിഗ്രി എന്ന് കിട്ടി. അതായത് സ്പീഡ് എന്താ? 6 ഡിഗ്രി പെർ മിനിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് മണിക്കൂർ സൂചിക്ക് മണിക്കൂറിൽ 30 ഡിഗ്രിയും മിനിറ്റിലാണെങ്കിൽ ഹാഫ് ഡിഗ്രിയുമാണ്. അതേസമയം മിനിറ്റ് ഹാൻഡ് എടുക്കുമ്പോൾ മണിക്കൂർ നോക്കേണ്ട ആവശ്യമില്ല, കാരണം 1 മണിക്കൂറിൽ 360 ഡിഗ്രി തന്നെയാണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി എന്നുള്ള രീതിയിലാണ് ആശാൻ കറങ്ങുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാളുടെയും സ്പീഡ് അറിയാം. അപ്പോൾ ഇവിടെ വേഗത കൂടുതൽ ആർക്കാ? മിനിറ്റിനാണല്ലേ? അപ്പോൾ 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനിറ്റ് സൂചി 6 ഡിഗ്രിയും മണിക്കൂർ സൂചി വെറും ഹാഫ് ഡിഗ്രി ആവുള്ളൂ. അപ്പോൾ എന്തായാലും 1 മിനിറ്റ് എടുത്താൽ തന്നെ അവർക്കിടയിൽ ഒരു 5.5 ഡിഗ്രിയുടെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്. ഇനി നമുക്ക് ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് അവർ ആൻഡ് അറ്റ് 5:30. 5:30 മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള ആംഗിൾ എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ നോക്കേണ്ടത് 5:30 മണിക്ക് അല്ലേ? 5:30 മണിക്ക് മണിക്കൂർ സൂചി എവിടെയായിരിക്കും? അതേപോലെ മിനിറ്റ് സൂചി എവിടെയായിരിക്കും? അപ്പോൾ 5:30 മണി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം? മണിക്കൂർ സൂചി 5 മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലേ? 5 മണി കഴിഞ്ഞ് 6ൻ്റെയും 5ൻ്റെയും ഇടയിലായിട്ടായിരിക്കും
5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് 5:30-ക്ക് 5 ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളിവിടെയാണ് സെൻറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം എന്ത് പറയാൻ പറ്റും, 5:30 എന്ന് പറയുന്ന ടൈമിൽ ഈ രീതിയിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക, മണിക്കൂർ സൂചി ഉണ്ടാവുക അല്ലേ. മിനിറ്റ് ആണെങ്കിൽ എന്താണ് അവസ്ഥ, 5:30 അപ്പോൾ അരയിലോട്ട് പോയിന്റ് ചെയ്യും അല്ലേ. കറക്റ്റ് 6-ലോട്ട് പോയിന്റ് ചെയ്യണം നമുക്ക് എന്ത്, നമ്മുടെ മിനിറ്റ് സൂചി. ക്ലിയർ ആണോ? റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് 6-ലോട്ട് പോയിന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ പിങ്ക് കളറിൽ കാണിച്ചത് നമ്മളെന്താ, മണിക്കൂറും അതേപോലെ ബ്ലൂ കളറിൽ കാണിച്ചത് നമ്മുടെ മിനിറ്റുമാണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ, ഈ ആംഗിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, മണിക്കൂർ മൊത്തം എത്ര കറങ്ങി, മിനിറ്റ് മൊത്തം എത്ര കറങ്ങി അല്ലേ. മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിങ്കിലോട്ട് എത്ര ആംഗിൾ അത് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ബ്ലൂവിലോട്ട് എത്ര ആംഗിൾ കവർ ചെയ്തിട്ടുണ്ട്, അത് രണ്ടിൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ആൻസറായി. അപ്പം നമ്മൾ മണിക്കൂർ സൂചി എത്ര ആംഗിൾ കറങ്ങിയിട്ടുണ്ടാവുമെന്ന് നോക്കിയാലോ. റൈറ്റ്. അപ്പം നമ്മുടെ മണിക്കൂർ സൂചി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്, 1 മിനിറ്റിൽ ½ ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം, 5 മണിക്കൂറിൽ 5 × 30. അതേപോലെ തന്നെ മിനിറ്റിൻ്റെ ഇമ്പാക്റ്റ് കാരണവും എന്തുണ്ട്, ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. കാരണം 5 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 5-ലായിരിക്കും. ബട്ട് അഗെയിൻ മിനിറ്റ് വീണ്ടും കറങ്ങി കറങ്ങി അരയിലെത്തുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കാരണം മണിക്കൂർ സൂചിയും എന്ത് ചെയ്യുന്നുണ്ട്, 5-ന്ന് 6-ലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 5ൻ്റെയും 6ൻ്റെയും ഇടയിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 30 മിനിറ്റ് കാരണം എന്താവുന്നുണ്ട്, മണിക്കൂർ സൂചി കറങ്ങുന്നുണ്ട്. 1 മിനിറ്റിന് ½ ഡിഗ്രിയാണ്. അപ്പം നമുക്ക് 30 × 1/2 അല്ലെങ്കിൽ 1/2 × 30 എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായി, 150 + 2 30 പോകുമ്പോൾ 15 എന്ത് കിട്ടി, 165 ഡിഗ്രിയാണ് മണിക്കൂർ സൂചി ഈ പറയുന്ന സമയത്തിൽ മൊത്തം കറങ്ങുക. അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ പിങ്ക് ലൈനിലോട്ട് എത്തിയപ്പോൾ 165 ഡിഗ്രിയായി. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, മിനിറ്റ് ഹാൻഡ് എത്ര കറങ്ങണമെന്നാണ് അല്ലേ. മിനിറ്റ് ഹാൻഡ് ആവുമ്പോഴോ 5 മണിക്കൂറിൽ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഓരോ മണിക്കൂറിൽ 360. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വീണ്ടും റീസെറ്റ് ചെയ്ത് 12-ലോട്ട് തന്നെ പോയിന്റ് ചെയ്യും. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ 30 മിനിറ്റിൽ എത്ര കറങ്ങുന്നു മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 30 അല്ലേ, 30 എന്ന് പറയുമ്പോൾ എന്താ, 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ്. അപ്പോൾ 30 മിനിറ്റിൽ 30 × 6 ആണ്. 30 × 6 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, 180 ഡിഗ്രി കിട്ടി. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ഈ സമയത്തിലുള്ള ആംഗിളാണ്, ഇവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി, വലുതൊന്ന് ചെറുത് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈസി ആയിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 180 - 165 നമുക്ക് എന്ത് കിട്ടും, 15 ഡിഗ്രിയാണ് ഈ സമയത്ത് ഇവർക്കിടയിൽ വരുന്ന ആംഗിൾ വരുന്നത് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം ചെയ്യാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് അറ്റ് 8:10. 8:10 ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? ആക്ച്വലി നമുക്ക് ഈ രീതിയിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ തന്നെ അല്ലേ, ഒരു ഫോർമുല തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ 8:10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം, മിനിറ്റ് എവിടെയായിരിക്കും. 8:10 മിനിറ്റ് ഇതാ ഇങ്ങനെയായിരിക്കും പോയിന്റ് ചെയ്യുക അല്ലേ, 10-ലോട്ടാണ്. മണിക്കൂർ എങ്ങോട്ടാ, മണിക്കൂർ 8 കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് അല്ലേ, 8 കഴിഞ്ഞ് ജസ്റ്റ് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും മണിക്കൂർ ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ മണിക്കൂർ, ഇതാണ് നമ്മുടെ മിനിറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മിനിറ്റ് ജസ്റ്റ് ഇത്ര എത്തിയിട്ടുള്ളൂ, മണിക്കൂർ ഇവിടെ നിന്ന് ഇത്ര എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 12 നിന്ന് ഇത്ര കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറാണ് ഇവിടെ കൂടുതൽ ആംഗിൾ ചെയ്തത്. അപ്പോൾ ചില സമയത്ത് മണിക്കൂറിൻ്റെ കാരണമായിരിക്കും, അല്ലെങ്കിൽ മണിക്കൂർ സൂചി കാരണമായിരിക്കും കൂടുതൽ ആംഗിൾ ഉണ്ടാവുക. ചില സമയത്ത് മിനിറ്റ് ഹാൻഡ് കാരണമായിരിക്കും കൂടുതൽ ആംഗിൾ ഉണ്ടാവുക. അപ്പം നമുക്ക് വലുതെന്ന് ചെറുത് കുറയ്ക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മണിക്കൂറിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ്, 8 × 30 അല്ലേ. 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ 8 മണിക്കൂറിൽ 8 × 30 ചെയ്തു. ഇനി 10 മിനിറ്റ് കാരണവും മണിക്കൂറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, +1/2 × 10 എന്ന് എഴുതി ആണല്ലോ. അതായത്
8:10 എന്ന് പറയുമ്പോൾ 8 മണിക്കൂർ കാരണം 8 × 30 ഡിഗ്രി പ്ലസ് ഈ 10 മിനിറ്റ് കാരണം ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാ? 1/2 × 10 അല്ലേ, 1/2 × 10 ആണ്. അത് കിട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് നമ്മുടെ മിനിറ്റിൻ്റെ വ്യത്യാസം മൈനസ് ചെയ്യുക. അതായത് 10 മിനിറ്റിൽ എത്ര ഡിഗ്രി കറങ്ങും മിനിറ്റ് ഹാൻഡ്? 10 × 6 അല്ലേ, 10 × 6. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ 10 കോമൺ ആണ്, നമുക്കത് കോമൺ ആയിട്ടുള്ളതിന് പുറത്തെടുക്കാം. അതായത് 8 × 30 അതുപോലെ എഴുതി പ്ലസ് 10 ഇവിടെ കോമൺ ആണ്. അപ്പോൾ 10 നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി 1/2 മൈനസ് 6 ആണ് അല്ലേ. അപ്പോൾ ഇത് 240 പ്ലസ് 1/2 മൈനസ് 6 എന്ത് വരും? മൈനസ് 11/2. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്കിത് ഇങ്ങനെ തന്നെ വെക്കാം. 8 × 30 മൈനസ് 11/2 × 10 അല്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാം മിനിറ്റ് കുറച്ചേ കറങ്ങിയിട്ടുള്ളൂ. ചില സമയത്ത് മണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂറായിരിക്കും കുറച്ച് കറങ്ങുക. അപ്പം നമുക്ക് ഏതോ ഒന്ന് വലുത് ഏതോ ഒന്ന് ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെടുത്താൽ മതി? ഇതിൻ്റെ മോഡുലസ് വാല്യൂ. മോഡുലസ് പറഞ്ഞാൽ ഒന്നുമില്ല, പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കുക. ഈ രീതിയിൽ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ ഈ 30 എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. 11/2 എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് ചെയ്താൽ മതി എന്നറിയോ? 8 എന്താ? മണിക്കൂറും 10 എന്താ? മിനിറ്റുമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താക്കിയിട്ട് നമുക്ക് എടുക്കാം? മോഡുലസ് ഓഫ് 30h മണിക്കൂർ മൈനസ് 11/2 മിനിറ്റ്. ഇതാണ് നമ്മുടെ എന്ത് കാണാനുള്ള ഫോർമുല? യെസ്, നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വാല്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലത്തെ ആംഗിൾ കാണാം. എന്ത് വരും? 8 × 30 240 മൈനസ് 11/2 × 10 എന്ത് വന്നു? 55 അല്ലേ. യെസ്, എന്താണ് വരിക? 185 ഡിഗ്രിയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. മനസ്സിലായില്ലേ? സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി മുതൽ ഈ പറയുന്ന ഇക്വേഷൻ മാത്രം, ഫോർമുല മാത്രം നമ്മൾ എടുത്താൽ വളരെ സിമ്പിളാണ് അല്ലേ. പോസിറ്റീവ് വാല്യൂ എടുക്കുക എന്നതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30h മൈനസ് 11/2 മിനിറ്റ് ആണ് നമുക്ക് എന്ത് കാണാനുള്ള ഫോർമുല? യെസ്, നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ആൻഡ് ഹവർ ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഏതെങ്കിലും ഒരു സമയം തന്നിട്ട് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ കാണാൻ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ക്ലിയർ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ 4:30 നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 30h മൈനസ് 11/2 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 × 4 മൈനസ് 11/2 × 30. അപ്പോൾ എന്ത് വരും? 30 × 4 120 മൈനസ് എന്ത് വന്നു? 2 30 15. സോ 165 വരും. സോ ഡിഫറൻസ് എന്താ? പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. 45 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ വരിക. 45 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ വരിക. സോ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതിൽ? അപ്പോൾ എല്ലാവരും ഓർത്ത് വയ്ക്കാം. നമ്മുടെ ആംഗിൾ ഫോർമുല എന്താ? 30h മൈനസ് 11/2 മിനിറ്റ് ആണ്. വെരി സിമ്പിൾ തിങ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ഈ ചോദ്യം ഒന്ന് ആൻസർ ചെയ്തേ. എന്നിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ. 30h മൈനസ് 11/2 മിനിറ്റ്. യെസ്. സോ വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുതുതായിട്ടുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് എന്താണോ റീസണിങ്ങിൽ നിങ്ങൾക്ക് എന്താണോ ഇനി നെക്സ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് ടോപ്പിക്കാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? റൈറ്റ്. തീർന്നിട്ടില്ല, എനിക്ക് കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. യെസ്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ, കലണ്ടർ റിലീസ് ചെയ്തു അല്ലേ. നോട്ടിഫിക്കേഷനില്ല, കലണ്ടർ റിലീസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണ് എക്സാമുകൾ വരിക. SSCയുടെ കലണ്ടർ റിലീസ് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം 3 മാസമാണ് നമ്മുടെ CGL എക്സാമിന് കിട്ടുക. അപ്പോൾ ഈ സമയം നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നം അല്ലേ, ചില ആൾക്കാർക്ക് സ്വപ്നം ഉണ്ടാവുമല്ലോ, ഇന്ന ജോലി എനിക്ക് ആയിരുന്നെങ്കിൽ. അപ്പം അങ്ങനെയുള്ള നല്ല ജോലികളിലോട്ട് നമ്മുടെ ഭാവി ഭദ്രാക്കാൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് CGL പോസ്റ്റുകൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഓക്കെ, CGL എക്സാമിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് 2024 എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുമായിട്ടാണ് നമ്മൾ
SSC CGL സെലക്ഷൻ ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് Tier 1 Tier 2 കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ രീതിയിൽ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷനാണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു കംപ്ലീറ്റ് റിവിഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ബാച്ച് എന്ന് പറയുന്നത് CGL മാസ്റ്റേഴ്സ് ബാച്ചാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ സമയത്തും നമുക്ക് ആ അവസരങ്ങൾ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വരുന്ന അവസരങ്ങൾ നമ്മൾ അതെന്ത് ചെയ്യുക, ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒട്ടും ടൈം കളയേണ്ട, പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കൺസേൺസും ഡൗട്ടും ഉണ്ടെങ്കിൽ ഈ സ്ലൈഡിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ അല്ലേ, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. കൂടാതെ CHSL മാത്രം പ്രിപ്പയർ ചെയ്യുന്ന, അതായത് 12th ക്വാളിഫിക്കേഷൻ മാത്രം ആവശ്യമുള്ള നമ്മുടെ ബാച്ചാണ്, അല്ലെങ്കിൽ എക്സാമാണ് CHSL എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ CHSL ലെജൻഡ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ CHSL-ലാണെങ്കിൽ ലെജൻഡ്സ് ബാച്ചിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ കോഴ്സ് ഫീസും ഡീറ്റെയിൽസും എല്ലാം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ ഒരു ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും ഈ വീഡിയോയിൽ, അതിൽ ക്ലിക്ക് ചെയ്യുക, കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അതിലോട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ, റൈറ്റ്. അതേപോലെ SSC മാത്രമല്ല, റെയിൽവേ എക്സാംസിൻ്റെയും കാലമാണിത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ വർഷവും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ റെയിൽവേയിലും ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോവുകയാണ്. ALPയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി റിലീസ് ചെയ്തു, ഫോം എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ALP എക്സാമിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ALP ഗ്രേഡ് അപ്പ് ബാച്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ കൺഫ്യൂഷൻസും ഡൗട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കി വാട്ട് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ, റൈറ്റ്. അത് മാത്രമല്ല, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ CBT 1 ആണ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സബ്ജക്റ്റുകൾ, അതായത് മാത്സ്, റീസണിങ്, GK എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബട്ട് അഗെയിൻ ഈ പറയുന്ന ALP ഗ്രേഡ് അപ്പിനും ഈ പറയുന്ന RRB ടെക്നീഷ്യനും അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തും കിട്ടും, Tier 2 അതിൻ്റെ ടെക്നിക്കൽ, നമ്മുടെ ടെക്നിക്കൽ PSC അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് CBT 1-ന് മാത്രമാണ് ഈ പറയുന്ന കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലും കൂടെ വേണം, അല്ലെങ്കിൽ Tier 2 കൂടെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺടാക്റ്റിലോട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് കോഴ്സ് ഫീസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആരും ഇനി അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷനോ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ പറയുന്ന കോൺടാക്റ്റിലോട്ട് കോൾ ചെയ്യുക. ബട്ട് അഗെയിൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഡ്രീമിലോട്ട് നിങ്ങൾ എത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടേക്ക് കെയർ, ബൈ ബൈ.